ചില ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പം ഒരു ആത്മസംതൃപ്തി തോന്നാറില്ലേ? എനിക്ക് പനീർ ഉണ്ടാക്കി കഴിയുമ്പം അങ്ങനെ ഒരു ഫീലിംഗാ കിട്ടുന്നത്. കടയിൽ നിന്ന് മേടിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ പാലൊക്കെ പിരിച്ചുണ്ടാക്കി കഴിയുമ്പം നല്ല സന്തോഷല്ലേ? ആദ്യമൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ലായിരുന്നു എനിക്ക്. പൊടിഞ്ഞൊക്കെ പോവായിരുന്നു. പിന്നെ കുറച്ചൊക്കെ വായിച്ചു നോക്കി. പക്ഷെ ഇപ്പം നല്ല പെർഫെക്റ്റ് ക്യൂബ്സ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സാധാ മിൽമ കവറില്ലേ, അത് തന്നെ, ആ കവർ മിൽക്ക് തന്നെ. 1.5 ലിറ്റർ പാലിന് ഒരു 3 to 4 ടേബിൾ സ്പൂൺ സിട്രിക് ആസിഡ് എന്തെങ്കിലും വേണം ഇതൊന്ന് പിരിക്കാൻ വേണ്ടി. വിനീഗറോ ലൈം ജ്യൂസോ എന്ത് വേണേലും എടുക്കാം. ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി വിനീഗറോ ലൈം ജ്യൂസോ ഒഴിക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കി വെച്ചുകൊണ്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞ് പിന്നെയും 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 കുക്ക് ചെയ്തെടുക്കുന്നത് ഈ പാത്രത്തിൻ്റെ അടിക്കെല്ലാം ഇത് പിടിക്കുകയും ചെയ്യും. പിന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ പാല് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മതി ഇത് ഒഴിക്കുക. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നോളൂ. പനീറിൻ്റെ ഒരു ഡിഷ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1.5 hours എങ്കിലും പുറകോട്ട് ഇത് ചെയ്ത് വെക്കണം. പിന്നെ പിഴിഞ്ഞെടുക്കുമ്പം കംപ്ലീറ്റ് വെള്ളവും പിഴിഞ്ഞ് കളയൊന്നും വേണ്ട. കുറച്ച് മോയ്സ്ചർ നല്ലതാ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടൂ. സോ അങ്ങനെ വെയിറ്റ് ഒക്കെ വെച്ചെടുത്ത് നമുക്ക് നല്ലൊരു ഷേപ്പിൽ ഈ പനീർ വന്നിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് ക്യൂബ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ദാ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആത്മസംതൃപ്തി തരുന്ന പനീർ.